നോക്ക്, നമ്മൾ മലയാളത്തിലെ ഇക്ക എഴുതിയിരിക്കുന്നുണ്ടോ, 2 കായും എയും കൂടെ ഇക്ക. ഉമ്മ എഴുതിയിരിക്കുന്നുണ്ടോ, 2 എമ്മും എയും. പിന്നെ 2 എന്നും എയും. ഉപ്പ 2 പിയും എയും. ഞാൻ എഴുതാൻ NJA. അടുത്തത് ഇങ്ക എന്നെഴുതാൻ എന്നും കെയും എയും ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇട്ട അല്ലെങ്കിൽ ഇറ്റ ഇത് എഴുതാൻ 2 ടീയും എയും കൂടെ. ഇല്ല എഴുതാൻ 2 എല്ലും എയും കൂടെ. ബ എന്നെഴുതാൻ 2 ബിയും എയും കൂടെ. ഇസ്റ്റ എന്നെഴുതാൻ ഒരു എസ് ടി എ. സ്ത സ്ത എസ് ടി. സ്റ്റാ എഴുതാൻ ST എയും. സ്താ എഴുതാൻ STH എയും. സ്മ എന്നെഴുതാൻ SMA. സ്ര SRA. ശ്രീ SRI. നീട്ടി എഴുതണമെങ്കിൽ SREE. അത് കഴിഞ്ഞ് ശ്രു SRU. ക്ര KRA. ക്രി KRI. ക്രു KRU. ത്ര TH RA. ത്രി THRI 3. ത്രു THRU. അടുത്തത് ക്യ എന്നെഴുതാൻ KYA കിയ. കായും യായുടെ വതി. ത്യ എന്നെഴുതാൻ THും YA ത്യ. വ്യ VYA മ്യ. MYA മ്യ. ഇര്യ എന്നെഴുതാൻ ആറും വൈയും എയും. അടുത്തത് സ്വ സ്വ. സായും വായുടെ പകുതിയും കൂടെ ചേർന്ന് സ്വ SWA. ത്വ THWA ത്വ. ന്വ NWA. ക്വ KWA. ക്ഷ KSHA. ഞ ജയും ഞായും കൂടെ ചേർന്നത് ഞ. കണ്ടോ, JNJA ആണ് ജ. അടുത്തത് നോക്ക്, പ്ര PRA പ്ര. ഇക്കി എന്നെഴുതാൻ KKI കി. കു എന്നെഴുതാൻ KKU. കം എന്നെഴുതാൻ KKM. കമ്മെന്ന് മാത്രമേ ഒരു കെ എഴുതിയാൽ മതി. കമ്മെന്ന് ഇപ്പം ഇക്കം എന്ന് പറയുമ്പോഴാണ് 2 കെ എഴുതുന്നത്. പ PPA പി PPI. വെറും പായാണെങ്കിൽ PA. അത് പു 2 പായിട്ടിട്ട് പു പു. പം എഴുതാൻ PPAM. പം എന്ന് മാത്രമേ ഉള്ളെങ്കിൽ ഒരു പി. മ്ര MRA. മൃ മൃ MRU. ടു 2 ജിയും യുവും കൂടെ. ടു ഇറ്റു ഇട്ടുവിനും അതാണ്. മു 2 എം യു. ന്യൂ എന്നെഴുതാൻ NJU. ഗു എന്നെഴുതാൻ NKU. പിന്നെ ഇത് നമ്മളെ മലയാളത്തിൻ്റെ ആണ്. അതുപോലെ തന്നെ ഒട്ടും എഴുതാനും വായിക്കാനും അറിയാത്തവർ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ മലയാളത്തിൽ എഴുതുന്ന ഏതെങ്കിലുമൊക്കെ വാക്ക് വെച്ച് ഒന്ന് എഴുതിയും പറഞ്ഞ് നോക്കണം. എന്നിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഇംഗ്ലീഷിലെ വാക്കുകൾ വ്യത്യസ്തമാണ്, എന്നാലും കുറച്ചൊക്കെ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ എഴുതാനും വായിക്കാനും മനസ്സിലാകും. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കണേ.